കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രിയിലെ ഓരോ ദിവസങ്ങളിലെയും പ്രത്യേകതകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവരാത്രി 3 ദിവസത്തെ വിശേഷങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ നവരാത്രി 4-ാം ദിവസം അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മാധവത്തിലൂടെ നമ്മൾ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചിരുന്ന ആ ഒരു മാസം എനിക്ക് ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. വീണ്ടും ഇപ്പോൾ അപ്ലോഡ് ചെയ്തു തുടങ്ങി. ഇന്നു മുതൽ നമ്മൾ കർമ്മയോഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3-ാമത്തെ അധ്യായം. 2 അധ്യായങ്ങളും, ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗം, 2-ാമത്തേത് സാഖ്യയോഗം. ആ 2 അധ്യായങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കർമ്മയോഗം തുടങ്ങുന്നു. പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഭഗവത്ഗീതയുടെ ക്ലാസ് കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മെസ്സേജ് ഇടണം. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്ത് ആ ഒരു മണിയുടെ ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നം ഇങ്ങനെ അമർത്തിയാൽ മാത്രം പോരാ. അത് അമർത്തി കഴിയുമ്പം 3 ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്ന ഓൾ എന്ന ഓപ്ഷൻ, ആ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോകളും കിട്ടുകയുള്ളൂ. എന്നിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് അത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ മാധവത്തിലെ ചാനലിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫോൾഡർ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് അതാത് ദിവസത്തെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് പറ്റും. ഭഗവത്ഗീത ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ പലർക്കും അവിടെ പോയിരുന്ന് ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് സാധിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പ്രയോജനകരമാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ. 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ദിവസവും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് തരും. നമ്മുടെ മനോഭാവത്തിലും ചിന്തയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ഭഗവത്ഗീതയുടെ പഠനത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ പലരും ചോദിച്ച ഒരു സംശയമാണ്, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വ്രതം എടുക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് വ്രതഭക്ഷണം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വ്രതഭക്ഷണം കഴിച്ച് ശുദ്ധമായിരിക്കാം. രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ മുറിയിലിരുന്ന് അമ്മേ നാരായണ പ്രാർത്ഥിച്ച്, അതായത് കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിന് ശേഷം, പീരീഡ്സ് ആണെങ്കിലും ശുദ്ധമായതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അമ്മേ നാരായണ നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങൾക്ക് ജപിക്കാം. വ്രതം അനുശാസിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. സന്ധ്യയ്ക്കും നിങ്ങൾക്ക് കുളിച്ച് നിങ്ങളുടെ മുറിയിലിരുന്ന് അമ്മേ നാരായണ ജപിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആ വ്രത രീതിയിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുടരാം. നമുക്ക് വിളക്ക് തെളിയിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ സാധിക്കുകയില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാം, നാമം ജപിക്കാം. ഇനി മറ്റൊരു കാര്യം ചോദിച്ചിരുന്നു, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പൂജ വെച്ച് കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലളിതാ സഹസ്രനാമം നിങ്ങൾ പൂജ വെച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്ക് വായിച്ചു തന്നെ നിങ്ങൾക്ക് ജപിക്കാം. അക്ഷരം വായിച്ചുകൂടാ എന്നുള്ളതല്ല, അക്ഷരപൂജയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ്
പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടത്. അല്ലാതെ അക്ഷരങ്ങൾ നോക്കി വായിച്ചു കഴിഞ്ഞാൽ, പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വലിയ ദോഷം ഉണ്ടാകും എന്നുള്ളതല്ല. അക്ഷരങ്ങളെ പൂജിക്കുകയാണ്. അതായത് നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ട്, അതായത് സനാതന ധർമ്മം എന്താണ് പറയുന്നത്? എല്ലാത്തിനെയും ഈശ്വരന് തുല്യമായി കാണുക. അതുകൊണ്ടാണ് ഒരു പേപ്പർ താഴെ വീണ് കിടന്നാലും അതിൽ ചവിട്ടാതെ നമ്മൾ നടക്കുന്നത്. ചവിട്ടാൻ പോകുന്ന സന്ദർഭമാണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും? അതെടുത്ത് മാറ്റും. താഴെ വീണ് കിടക്കുന്ന ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ചവിട്ടത്തില്ല. അതെടുത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ കാഴ്ച എന്താണ്? റോഡിൽ മുഴുവൻ എഴുതി വെക്കും, ഇല്ലേ? അതിൻ്റെ പുറത്തൂടാണ് വണ്ടി ഓടുന്നതും ചവിട്ടി നടക്കുന്നതും. അതൊന്നും അത്ര നല്ലതല്ല. അക്ഷരങ്ങളെ പൂജിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവമാണ് എന്തെന്ന് പറയുന്നത്? ഈ നവരാത്രി ഉത്സവം. പൂജ വെക്കുന്നു. ആ പൂജ വെക്കുമ്പം നമ്മൾ എല്ലാത്തിനെയും പൂജിക്കുകയാണ്, എല്ലാത്തിനെയും സ്നേഹിക്കുകയാണ്, എല്ലാത്തിനെയും ഈശ്വരൻ്റെ അംശമായി കണ്ട് ബഹുമാനിക്കുകയാണ്. അതാണ് അതിൻ്റെ പുറകിലുള്ള തത്വം എന്ന് പറയുന്നത്. പുസ്തകങ്ങളെയും അക്ഷരങ്ങളെയും പൂജിക്കാനാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നതും പൂജ വെപ്പിക്കുന്നതുമൊക്കെ. അല്ലാതെ നിങ്ങൾ ലളിതാ സഹസ്രനാമം ബുക്ക് അത് പൂജ വെച്ചിരിക്കുന്ന സമയത്തും നിർബന്ധമായും വായിക്കാം. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാമപുസ്തകങ്ങളും ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും ലളിതാ സഹസ്രനാമത്തിൻ്റെ പുസ്തകങ്ങളും ഒക്കെ പൂജ വെക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ നോക്കി വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മേ നാരായണ ജപിക്കാം. നല്ല വാക്കുകൾ മാത്രമേ ആ സമയത്ത് സംസാരിക്കാൻ പാടുള്ളൂ. കാരണം അക്ഷരങ്ങളെ നമ്മൾ പൂജ വെച്ചിരിക്കുന്നു. അക്ഷരങ്ങളെ, പുസ്തകങ്ങളെ പൂജ വെച്ചതിന് ശേഷം ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചീത്ത വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞാൽ എന്ത് പ്രയോജനമാണ് ഉള്ളത്? നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ ചെയ്യുന്നത്. വാക്കുകൾക്ക് ശുദ്ധി ഉണ്ടാകണം, മനസ്സിന് ശുദ്ധി ഉണ്ടാകണം, എല്ലാത്തിനെയും ബഹുമാനിക്കാൻ പഠിക്കണം, എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് കണക്കാക്കണം. അതിനാണ് എലിയെയും പാമ്പിനെയും കാക്കയെയും പൂച്ചയെയും ഒക്കെ ദൈവത്തിൻ്റെ ഏതെങ്കിലും രൂപങ്ങളായി നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്, പൂജിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കലശം വെച്ച് പൂജിക്കുന്ന ആളുകളുണ്ട്. അത് ഓരോ വിശ്വാസങ്ങളാണ്. അതായത് ചിലർ ഈ കലശത്തിലുള്ള അരി പിറ്റേ വർഷം വരെ സൂക്ഷിച്ച് വെക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള വിഭാഗക്കാരുണ്ട്. ചിലർ പൂജ വെച്ച് ആ 9 ദിവസം കഴിയുമ്പം ആ കലശത്തിലുള്ള അരി അവർ പായസം വെച്ച് കഴിക്കുകയോ, ചിലർ അത് കാക്കയ്ക്ക് കൊടുക്കുകയോ ഉറുമ്പിന് കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അത് ഓരോ ആചാരങ്ങളുടെ അല്ലെങ്കിൽ ഓരോ വിഭാഗക്കാരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പല രീതിയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കലശം വെച്ച് പൂജിക്കാറില്ല. എനിക്കതിനുള്ള സാഹചര്യം പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ചെയ്യുന്ന ധാരാളം ആളുകളെ എനിക്കറിയാം. ഞാൻ അവരോടൊക്കെ അന്വേഷിച്ചപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് 1 വർഷം വരെ, പിറ്റേ വർഷം വരെ അത് സൂക്ഷിച്ച് വെക്കുന്നതായിട്ട്, ആ അരിയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പലരും വെള്ളി കൊണ്ടുള്ള കലശം അതാണ് ഉപയോഗിക്കുന്നത്. അത് പിറ്റേ വർഷം വീണ്ടും അവർ ഉപയോഗിക്കാറുണ്ട് കലശമായിട്ട്. ഇപ്പോൾ വെള്ളിക്ക് പകരം മറ്റ് സ്റ്റീൽ അല്ലെങ്കിൽ ചില മെറ്റലുകളൊക്കെ കൊണ്ടിട്ടുള്ള കലശങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതും ഉപയോഗിക്കുന്നുണ്ട്. മണ്ണ് കൊണ്ടുള്ള കലശം അതും ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ കലം മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കലം എന്താ ചെയ്യുന്നത്? അതുപോലെ ചെയ്താൽ മതി. നമ്മൾ ശുദ്ധമായി സൂക്ഷിക്കുക. പിന്നെ അതിനകത്ത് ഇപ്പം മണ്ണിൻ്റെ കലമാണെങ്കിൽ അതിനകത്ത് കൊണ്ടുപോയി നമ്മൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് നമ്മൾ ശുദ്ധമായി സൂക്ഷിക്കുക. അരിയിട്ട് വെക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെടികൾ നടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ അശുദ്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും
ആ മൺകലം ഉപയോഗിച്ച് ചെയ്യരുത്. ആ അരിയിലാണ് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഈ കലശത്തിലുള്ള അരിയിലാണ് വിജയദശമി ദിവസം അക്ഷരങ്ങൾ എഴുതുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാണ് ശരി അതാണ് തെറ്റ് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് അത്ര നിശ്ചയമില്ല. നമ്മൾ എങ്ങനെയാണോ ശീലിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവെ പലരും സംശയമായി ചോദിച്ചത്. ഇനി 9 ദിവസവും വ്രതമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരോട് പറയാനുള്ളത് 3 ദിവസം എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം എടുക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും ദിവസം എടുക്കുക. ഒറ്റ സംഖ്യയിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നവരാത്രി 4-ാമത്തെ ദിവസം. നവരാത്രി 4-ാമത്തെ ദിവസം ഭഗവതിയെ ഏത് രൂപത്തിലാണ് ആരാധിക്കേണ്ടത്? അന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം കൂഷ്മാണ്ഡ. കൂഷ്മാണ്ഡ എന്ന ദേവിയെപ്പറ്റി നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകണമെന്നില്ല. പാർവതീ ദേവിയുടെ മറ്റൊരു പേരാണ് കൂഷ്മാണ്ഡ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി എന്ന സ്വരൂപമാണ്, മഹാശക്തി എന്ന സ്വരൂപം. അതായത് ദേവീപുരാണം ഒക്കെ വായിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദേവിയാണ് എന്നാണ് ദേവീപുരാണങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഈ രൂപത്തിലുള്ള ദേവി, അതായത് കൂഷ്മാണ്ഡ എന്ന രൂപത്തിലുള്ള ദേവി സൂര്യഭഗവാന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും പ്രപഞ്ചത്തിന് ഊർജം പകർന്നു തരുന്നു എന്നും വിശ്വസിക്കുന്നു. അതായത് ഊർജദായകിയാണ് ഭഗവതി. പിന്നീട് ദേവിയാണ് ത്രിദേവികളെ സൃഷ്ടിച്ചത് എന്നും ആ ത്രിദേവികളാണ് ത്രിമൂർത്തികളെ സൃഷ്ടിച്ചത് എന്നും ഒക്കെ ദേവീഭക്തർ വിശ്വസിക്കുന്നു. അതായത് മഹാശക്തി എന്ന് മാത്രം നമ്മൾ ഓർക്കുക. ഈ പ്രപഞ്ചത്തിന് ഊർജം പകർന്നു നൽകുന്ന സിദ്ധി പ്രദായിനിയാണ്, ഐശ്വര്യപ്രദായിനിയാണ് കൂഷ്മാണ്ഡ രൂപത്തിലുള്ള ഭഗവതി. ഊർജദായകിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവിക്ക് 8 കൈകളാണ് ഉള്ളത്. ദേവി സിംഹത്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുന്നത്. വലതു കൈകളിൽ കമണ്ടലു, അമ്പ്, വില്ല്, താമര എന്നിങ്ങനെയാണ് ഭഗവതി ധരിച്ചിരിക്കുന്നത്. ഇടതു കൈകളിൽ അമൃതകലശം, ജപമാല, ഗദ, ചക്രം എന്നിവയാണ് ഉള്ളത്. അങ്ങനെ 8 കൈകളോടുകൂടിയ ഭഗവതി ആയതുകൊണ്ട് അഷ്ടഭുജാദേവി എന്നും ഈ ഭഗവതിയെ അറിയപ്പെടുന്നു. ചുവന്ന നിറമുള്ള പൂക്കളാണ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതു തന്നെ ഭഗവതിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കൂഷ്മാണ്ഡ എന്ന വാക്കിൻ്റെ അർത്ഥം അല്പം ഊഷ്മളമായ പ്രപഞ്ചമുട്ട എന്നാണ്. അണ്ഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തെയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സർവേശ്വരി എന്ന് വിശ്വസിക്കുന്നു. സൂര്യഭഗവാനാണ് ഭഗവതി ഭരിക്കുന്ന ഗൃഹം. അതായത് ആദിത്യദശ കാലത്തിലുള്ള ആളുകൾ, ജാതകത്തിൽ ആദിത്യൻ ബലം കുറഞ്ഞു നിൽക്കുന്ന ആളുകൾ, ഊർജ്ജസ്വലതയില്ലാത്ത ആളുകൾ, എപ്പോഴും രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മൾ പറയത്തില്ലേ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി എന്ന്. അങ്ങനെയുള്ള അവസ്ഥയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഭഗവതിയെ കൂഷ്മാണ്ഡാരൂപത്തിൽ പ്രാർത്ഥിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഭഗവതിയുടെ കയ്യിൽ ജപമാലയുണ്ട്. ആ ജപമാലയിലാണ് ഭഗവതിയുടെ മുഴുവൻ ശക്തിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്.
ഈ ഭൂലോകത്തിലെ മുഴുവൻ ജീവികളെയും, എന്തിനു പറയുന്നു, ഈ ഭൂലോകത്തെ തന്നെയും സൃഷ്ടിച്ചത് ഭഗവതിയുടെ ഊർജമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അന്നേ ദിവസം നമ്മൾ ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സർവേശ്വരിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യദായകമാണ് എന്ന് വിശ്വസിക്കുന്നു. സമൃദ്ധിയും ശക്തിയും ആരോഗ്യവുമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, അതായത് ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് മത്തങ്ങ കൊണ്ടുള്ള പലഹാരങ്ങൾ സമർപ്പിക്കുന്നത് ഭഗവതിക്ക് വളരെ ഇഷ്ടമാണ്. അതല്ലെങ്കിൽ നമ്മളെ ഉത്തരേന്ത്യയിലൊക്കെ മാൽപ്പുവ എന്ന് പറഞ്ഞ ഒരു ഭക്ഷണ പദാർത്ഥം, ഒരു സ്വീറ്റാണ്. ആ സ്വീറ്റ് ഉണ്ടാക്കി ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നവരാത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസങ്ങളിലും ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടുന്ന നൈവേദ്യങ്ങളുടെ വീഡിയോ ഇട്ടിരുന്നു. അത് നമ്മുടെ രണ്ടാമത്തെ ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ് എന്ന ചാനലിലാണ്. അതിൽ മാൽപ്പുവ അത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. ഇത്തവണ നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാധവം എന്ന യൂട്യൂബ് ചാനൽ ഞാൻ കറക്റ്റായി ഇപ്പോൾ ഒരു മാസം കൊണ്ട് എല്ലാ ദിവസവും കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ കൗസ്തുഭത്തിൽ കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല. പക്ഷേ നിങ്ങൾക്ക് കൗസ്തുഭം വെജ് ഫുഡ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ ലിങ്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ താഴെ സെക്കൻഡ് ചാനലായിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് മാൽപ്പുവ എന്ന ആ സ്വീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. കഴിവതും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉണ്ടാക്കുന്ന ആളുകൾ. കാരണം അലൂമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് കട്ടിയുള്ള പാത്രങ്ങളിലോ ഒക്കെ ചിലപ്പോൾ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് അലൂമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ വല്ല മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുത്തി ഇളക്കിയൊക്കെ കഴിയുമ്പോഴേക്കും അതിനകത്ത് ചെറിയ ചെറിയ പാടുകൾ വീഴും. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ കോട്ടിങ്ങിന് ചെറിയ ഇളക്കം ഉണ്ടാകും. അങ്ങനെയുള്ള പാത്രങ്ങൾക്ക് അങ്ങനെ ഇളകിയാലും ദോഷമില്ല. പക്ഷേ നോൺ സ്റ്റിക്കിന് ദോഷമാണ്, അങ്ങനെ ഇളകാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഇളകിയ ആ ഒരു പാത്രത്തിൽ നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നത് വളരെ നല്ലതാണ്, അടിക്ക് പിടിക്കാതെ കിട്ടും. അതൊരു സ്വീറ്റാണ്. ഒന്നുകിൽ അതുണ്ടാക്കി വെക്കുക, ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ധാരാളം നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ ഈ പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ മത്തങ്ങ കൊണ്ടുള്ള പായസം, മത്തങ്ങ കൊണ്ടുള്ള ഹൽവ അതൊക്കെ നിങ്ങൾക്കുണ്ടാക്കി വെക്കാനായിട്ട് പറ്റും. മത്തങ്ങ കൊണ്ടുള്ള ഹൽവയും നമ്മൾ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു കഷ്ണം മത്തങ്ങ നിങ്ങൾക്ക് വേവിച്ച് ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിച്ചാലും മതി. എന്തായാലും മാൽപ്പുവായോ അല്ലെങ്കിൽ മത്തങ്ങയോ ഇത് രണ്ടുമാണ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, അതായത് ബാലികാരൂപത്തിലുള്ള ഭഗവതി ശൈലപുത്രി, അതിനുശേഷം ഭഗവതി ബ്രഹ്മചാരിണിയായി മഹാദേവനെ തപസ് ചെയ്ത് ആ തപസ്സിൻ്റെ ഒടുവിൽ ദേവി വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിനു ശേഷം ഭഗവതിയുടെ ആ രൂപം, ചന്ദ്രകണ്ഠാരൂപം, ദേവി ചന്ദ്രനെ തൻ്റെ ശിരസിൽ ധരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ശിവനും പാർവതിയും വിവാഹം കഴിച്ചത് സ്കന്ദദേവ ജനനത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു ലൗകികമായ ഉദ്ദേശമെന്ന് പറയുന്നത്. മറ്റു പല ഉദ്ദേശങ്ങളുമുണ്ട്. പക്ഷേ ദേവന്മാർക്ക്
ഇതുകൊണ്ട് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് സ്കന്ദജനനമാണ്. കാരണം ഈ സമയത്ത് അവർ ശൂരപത്മാസുരൻ്റെ ആക്രമണം കൊണ്ട് കഷ്ടപ്പെടുന്ന സമയമാണ്. അങ്ങനെ അവരുടെ ദേവന്മാരുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഈ വിവാഹം നടന്നത്. പക്ഷേ വിവാഹമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കുറച്ചു കാലം അവരിങ്ങനെ നോക്കുകയാണ്. എന്നിട്ടും സ്കന്ദൻ ജനിക്കുന്നില്ല. അതിനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. ഇപ്പോഴും മഹാദേവൻ തപസ്സിലാണ്. വിവാഹം കഴിഞ്ഞിട്ടും അവിടെ നിന്നും അനുകൂലമായ ഒരു വാർത്തയും കേൾക്കുന്നില്ല. ഇനി എത്ര കാലം ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ള ചിന്തയിലായി ദേവന്മാർ. അങ്ങനെ പക്ഷെ കൈലാസത്തിലേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ദേവന്മാർക്ക് വളരെ പേടിയാണ്. എന്തു ചെയ്യും? കാവൽ നിൽക്കുന്നുണ്ട് ഭൂതഗണങ്ങൾ. നന്ദികേശൻ്റെ കണ്ണ് വെട്ടിച്ച് അകത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് സാധിക്കാനേ പറ്റില്ല, അകത്തേക്ക് കയറ്റില്ല. പ്രത്യേകിച്ച് മഹാദേവൻ തപസ്സിലാണ്. ഒരു ഈച്ച പോലും അനങ്ങാനായിട്ട് സമ്മതിക്കുന്ന അവസ്ഥയിലല്ല നന്ദികേശൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് എങ്ങനെയെങ്കിലും അവിടെ എന്താണ് നടക്കുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തുകൊണ്ടാണ് ഭഗവാൻ ഉണ്ടാക്കാത്തത് എന്ന് അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വായുദേവനോട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറയുന്നു. പക്ഷേ വായുദേവൻ സമ്മതിക്കുന്നില്ല. കാരണം കാമദേവൻ്റെ അനുഭവം തൊട്ടു മുമ്പിൽ കിടക്കുകയാണ്. അങ്ങനെ വായുദേവൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ വായുദേവനെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ ഭീഷണി ഭയന്നിട്ടാണ് വായുദേവൻ എങ്ങോട്ടേക്ക് പോകുന്നത്? കൈലാസത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് നന്ദികേശൻ്റെ കണ്ണു വെട്ടിച്ചകത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ നന്ദികേശൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ വായുദേവൻ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ തൊഴുതുകൊണ്ട് പറയുകയാണ്. ഉദ്ദേശം നല്ലതായതുകൊണ്ട് നന്ദികേശൻ വായു ഭഗവാനെ ഒന്നും ചെയ്തില്ല. പക്ഷേ അകത്തേക്ക് കടത്തിവിട്ടില്ല. അങ്ങനെ വായു ഭഗവാൻ തിരിച്ച് ദേവന്മാരുടെ അടുത്തേക്ക് വരുന്നു. അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ദേവന്മാരെല്ലാവരും ഇനി എന്തു ചെയ്യും, എത്ര കാലം ഈ അസുരൻ്റെ ദാസ്യവേലകൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഏറ്റവും അവസാനം ഇവരെല്ലാവരും കൂടി എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചിട്ട് എല്ലാവരും കൂടി എവിടേക്ക് പോകുന്നു? കൈലാസത്തിലേക്ക് പോകുന്നു. അങ്ങനെ കൈലാസത്തിലെത്തി ഒരു വിധത്തിൽ നന്ദികേശൻ്റെ അനുവാദവുമൊക്കെ വാങ്ങി ശിവപാർവതിമാർ ഇരുന്നരുളുന്ന മണ്ഡപത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവരെല്ലാവരും കൂടി ഭഗവാനെയും ഭഗവതിയെയും പ്രാർത്ഥിച്ചു. എന്നാണ് കുമാരദേവൻ്റെ ജനനം? അതാണ് അവരുടെ ചോദ്യം. അങ്ങനെ അവരുടെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവിടെ സ്കന്ദദേവൻ്റെ ജനനം സംഭവിക്കുന്നത്. സ്കന്ദദേവൻ്റെ ജനനം വളരെ വിശദമായി തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അത് ആ കഥ നവരാത്രിയുടെ 5ാമത്തെ ദിവസത്തിലാണ് പറയേണ്ടത്. അതിനു മുന്നോടിയായിട്ട് നടന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ ഭഗവതി വിവാഹം കഴിഞ്ഞ് തപസ്സനുഷ്ഠിച്ചു. ഭഗവാന്റെ കൂടെ ആ മണ്ഡപത്തിലിരുന്ന് ലോകത്തെ സംരക്ഷിക്കുകയായിരുന്നു. അതായത് തപസ്സനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷായം ധരിച്ച് തപസ് ചെയ്യുന്നു എന്നുള്ളതല്ല. ലോക സംരക്ഷണം, ലോകത്തിന് വേണ്ട ഊർജം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഭഗവതി പ്രാർത്ഥിക്കുകയായിരുന്നു. ഭഗവതി അതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. ലോകത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ആ സമയത്ത് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഊർജപ്രദായിനിയായ ഭഗവതിയായിരുന്നു ഈ ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉമാദേവി അവിടെ അരുളുകയായിരുന്നു. അങ്ങനെയുള്ള ശക്തി സ്വരൂപിണിയായ ഭഗവതി കൂഷ്മാണ്ഡ രൂപത്തിലുള്ള ആ സർവശക്തിയെയാണ് നമ്മൾ നവരാത്രിയുടെ 4ാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടുന്ന നാമം. 9 തവണ
108 തവണ, 1008 തവണ, 21 തവണ ഒക്കെ ഭഗവതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. സുരസമ്പൂർണ്ണ കലശം രുദ്രപ്ലുതമേവച ദദ നഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തുമേ. ഇതാണ് നാമം. അർത്ഥം ചോദിച്ചിരുന്നു. മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളുടെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട ശ്ലോകങ്ങളുടെ അർത്ഥം കൂടി പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഒരു ദേവീഭക്ത ചോദിച്ചിരുന്നു. അത് നമുക്ക് അതിന് മുമ്പിട്ട വീഡിയോകളുടെ അർത്ഥം നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. ഇന്നത്തെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സുരസമ്പൂർണ്ണ കലശം, അതായത് ദിവ്യമായ അമൃത്, ആ അമൃത് നിറഞ്ഞ കലശം. അതുപോലെ തന്നെ രുതിര, രുതിര എന്ന് വെച്ചാൽ എന്താണ്? രക്തം, രക്തം നിറഞ്ഞ മറ്റൊരു കലശം. പത്മം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? താമര, താമര പോലുള്ള കൈകളാൽ അവയെ പിടിച്ച്, അതായത് ഭഗവതിയുടെ താമര പോലുള്ള കൈകളാണ്. ആ കൈകളിൽ ഒരു കൈയിൽ എന്തുണ്ട്? ദിവ്യമായ അമൃത് നിറഞ്ഞ കലശമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൈയിൽ എന്തുണ്ട്? രക്തം നിറഞ്ഞ ഒരു കുടവുമുണ്ട്. അങ്ങനെയുള്ള ഭഗവതിയെ, കൂഷ്മാണ്ഡ ഭഗവതിയെ, അവിടുന്ന് ദയവായി എനിക്ക് നന്മ നൽകണമേ, എന്നെ അനുഗ്രഹിക്കണമേ, അങ്ങനെയുള്ള ഭഗവതിയെ ഞാൻ വണങ്ങുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ സുര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമൃതം ആണ് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. മറ്റു ചില ആളുകൾ പറയുന്നു സുരപാനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ദേവന്മാർ ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു മദ്യമാണ് ഈ സുര എന്ന് ചിലർ പറയുന്നു. അതായത് സുരപാനം ചെയ്യുന്നു ദേവന്മാർ, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നതാണ്. പക്ഷേ ഇവിടെ അമൃത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. ഇതൊക്കെയാണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നവരാത്രിയുടെ 4ാമത്തെ ദിവസം ദേവി കൂഷ്മാണ്ഡ, ആദിത്യ ദശയിൽപ്പെട്ട ആളുകൾ, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, സൂര്യഭഗവാന്റെ അനുഗ്രഹം ആവശ്യമുള്ള ആളുകൾ ഒക്കെ തന്നെ, രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, സമൃദ്ധി, ശക്തി, ആരോഗ്യം ഇതൊക്കെ ലഭിക്കുന്നതിനായിട്ട് കൂഷ്മാണ്ഡ രൂപത്തിൽ ദേവിയെ പ്രാർത്ഥിക്കണം. ദേവിക്ക് 8 കൈകളാണ് ഉള്ളത്. ദേവിയുടെ വാഹനം സിംഹം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഭഗവതിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞ നിറമാണ് അന്നേ ദിവസം നമ്മൾ ധരിക്കേണ്ടുന്ന നിറം. ചുവന്ന നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാണ് ഭഗവതിയെ അർച്ചിക്കേണ്ടത്. മാൽപ്പൂവ അല്ലെങ്കിൽ മത്തങ്ങ, ഇത് രണ്ടുമാണ് അന്നേ ദിവസം ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. മാൽപ്പൂവയുടെ വീഡിയോ നമ്മുടെ 2ാമത്തെ ചാനലായ കൗസ്തുഭം വെജ് ഫുഡ്സിൽ കിടപ്പുണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നാമം, ഒന്നുകിൽ ഈ നാമം നിങ്ങൾക്ക് ജപിക്കാം, അതല്ലെങ്കിൽ ഓം കൂഷ്മാണ്ഡായേ നമ എന്ന് ജപിക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 5ാമത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. വളരെ വളരെ വിശേഷപ്പെട്ട ഒരു കഥയാണ് അന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.